അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുമ്പോൾ വലിയ മാസ് ഡയലോഗ് അടിച്ച് മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനെ മറുപടി പറയണം, അത്തരത്തിലൊരു ഡയലോഗ് പോലും പറയുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. പക്ഷേ ഈ വിഷയം വന്നപ്പോൾ ഡൽഹി മുതൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അവരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മൗനത്തോടു കൂടി പോകുന്നത് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ, നമ്മുടെ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ. അങ്ങനെ ഒരു ആരോപണ വിധേയന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതല്ലേ? ഞങ്ങളുടെ അത്ര തൊലിക്കെട്ടി ശ്രീമാൻ സുരേഷ് ഗോപിക്ക് ആയിട്ടില്ല. കാരണം അദ്ദേഹം, ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കടന്നു കളിക്കുന്ന ആളുകളാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കെട്ടിയും കൂടുതലുണ്ട്, ഞങ്ങൾക്ക് കുറെ കൂടുതൽ കാര്യങ്ങളും പറയാൻ സാധിക്കും. എന്നാൽ ശ്രീമാൻ സുരേഷ് ഗോപി തന്നെ പോലെയുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ ഇഷ്ടം കൊണ്ട്, കൗതുകം കൊണ്ട് തോളിലൊന്ന് കൈവച്ചാൽ പീഡനക്കേസിൽ അകത്തിടാൻ വേണ്ടി എത്ര വാർത്തകളാണ് കേരളത്തിൽ പടച്ചുവിട്ടത്. അതും ചെയ്തത് മാധ്യമപ്രവർത്തകരിൽ ചിലരല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വന്തം മകളെ പോലെ കണ്ട ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് പോലും സ്ത്രീ പീഡനക്കേസ് ഉണ്ടായി. കോഴിക്കോട് അങ്ങാടിയിൽ ഒരു കള്ളനെ പോലെ ജാമ്യമെടുക്കാനും ചോദ്യം ചെയ്യാനും വരേണ്ട ഗതികേട് ഈ കേരളത്തിൽ ശ്രീമാൻ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചത് ചില മാധ്യമപ്രവർത്തകരല്ലേ. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങോട്ട് ആത്മാർത്ഥതയില്ലെങ്കിൽ കേന്ദ്രമന്ത്രിക്ക് അങ്ങോട്ട് ആത്മാർത്ഥത വേണം എപ്പോഴും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല.